7 മാസങ്ങൾക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും കാമറയ്ക്ക് മുന്നിലേക്ക്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് അഭിനയിക്കുന്നത്. ഷൂട്ടിനായി മറ്റന്നാൾ മമ്മൂട്ടി ഹൈദരാബാദിലെത്തും. കൂടുതൽ വിവരങ്ങളുമായി ചന്ദ്ര ചേരുന്നു. ചന്ദ്ര, മമ്മൂട്ടി വീണ്ടും തിരിച്ച് എത്തുകയാണ്. എന്താണ് അതിന്റെ അപ്ഡേറ്റ്സ്? എന്താണ്? ഏഴു മാസങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിന്റെ മമ്മൂട്ടി തിരിച്ച് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന സിനിമയിലേക്കാണ് അദ്ദേഹം ഷൂട്ടിനായി ജോയിൻ ചെയ്യുക. ഹൈദരാബാദിലാണ് ഷൂട്ടിംഗ് മറ്റന്നാൾ ആരംഭിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന അടുത്ത സിനിമ കൂടിയാണ് പാട്രിയറ്റ്. ചിത്രത്തിൽ ഫഹദും കുഞ്ചാക്കോ ബോബനും ഒപ്പം നയൻതാരയും ചേരുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയായി തന്നെ ഇറക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിലാണ് ആരോഗ്യ പ്രതിസന്ധിയുമായിട്ട് അദ്ദേഹം ബ്രേക്ക് എടുക്കുന്നതും പിന്നീട് ഈ ചികിത്സാ ആവശ്യങ്ങൾക്കായിട്ട് മലയാള സിനിമയിൽ നിന്നും മാറി നിൽക്കുന്നതും. ശേഷം വലിയൊരു സന്തോഷം തന്നെയാണ് 7 മാസത്തിന് ശേഷം മമ്മൂക്ക വീണ്ടും തിരിച്ച് മലയാള സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ളത്. അതും പേട്രിയറ്റ് എന്ന വലിയ രീതിയിൽ ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രത്തിലേക്കാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത്. കളങ്കാവനാണ് അദ്ദേഹത്തിന് അടുത്തായി പുറത്തിറങ്ങാനുള്ള ചിത്രം. അതോടൊപ്പം തന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും പ്രഖ്യാപിക്കാനിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിലും മമ്മൂട്ടിക്കുള്ള അവാർഡ് ഏറെ ശ്രദ്ധ നേടുകയും ചർച്ചയാവുകയും ചെയ്തതാണ്. ഓക്കെ ചന്ദ്ര, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അദ്ദേഹം ഈ പാട്രിയറ്റ് സിനിമ നമുക്കറിയാം, അത് പാതിയിൽ നിർത്തിയാണ് അദ്ദേഹം ചികിത്സാർത്ഥം പോയത്. തിരിച്ച് ആ സിനിമയിൽ ജോയിൻ ചെയ്യുന്നു. ചില മമ്മൂട്ടി ഇനി അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ്സ് എല്ലാം അതിന്റെ പിന്നാലെ എടുക്കാൻ പോവുകയാണ്. പൂർണ്ണമായും സജീവമായി തിരിച്ചു വരികയാണ് എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം പുതിയ പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്യുന്നു. ഓൾറെഡി കമ്മിറ്റ് ചെയ്തതിലേക്കെല്ലാം അദ്ദേഹം ഇന്നാവുന്നു. എന്നുവെച്ചാൽ പഴയപടി പൂർണ്ണമായും വരികയാണ് എന്നാണോ അദ്ദേഹത്തിന്റെ സോഴ്സസ് അപ്ഡേറ്റ് ചെയ്യുന്നത്? അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം പൂർണ്ണമായും മലയാള സിനിമയിലേക്ക് സജീവമായി തന്നെ തിരിച്ചു വരികയാണ് എന്നതാണ്. ലോക ചാപ്റ്റർ 1-ൽ ചെറിയ വോയിസ് മാത്രമായി തന്നെ മമ്മൂക്ക ഉണ്ടായിരുന്നു. അത് തന്നെ സൃഷ്ടിച്ച ആരവം വളരെ വലുതാണ്. മൂത്തോൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ പോസ്റ്റർ റിലീസ് ചെയ്തിരുന്നു. അവിടെയും ധാരാളം അപ്രീസിയേഷനും അതിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇനിയുള്ള പ്രൊജക്ടുകളെല്ലാം കമ്മിറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുവരെയും കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് പാട്രിയറ്റ് എന്ന ചിത്രമാണ്. അതിന്റെ ചിത്രീകരണമാണ് തുടങ്ങാനിരിക്കുന്നത്. കളങ്കാവലിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അടക്കം പൂർത്തിയായതാണ്. അധികം വൈകാതെ തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. തുടർന്നുള്ള അപ്ഡേറ്റുകൾ ഇനി വരാനിരിക്കുന്നതാണ്. ഇതുവരെയും കമ്മിറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങളൊന്നും തന്നെയും പുറത്തുവിട്ടിട്ടില്ല. അധികം വൈകാതെ തന്നെ മമ്മൂട്ടി പ്രൊഡക്ഷൻസിൽ നിന്ന് തന്നെ ചിത്രങ്ങൾ എത്തും എന്നുള്ളത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മമ്മൂട്ടി നായകനാവുന്ന അനവധി ചിത്രങ്ങൾക്കായി ഇനിയും നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. ഓക്കെ, അദ്ദേഹം കേരളത്തിലേക്ക്, കൊച്ചിയിലെ വീട്ടിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ് ചന്ദ്ര? അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു മുൻപ് അറിയാൻ സാധിച്ചിരുന്നത്. എന്നാൽ ചെന്നൈയിൽ നിന്നും തിരിച്ചെത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം കൊച്ചിയിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതായിരുന്നു മുൻപ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴും അദ്ദേഹം ചെന്നൈയിൽ തന്നെയാണ്. അസുഖത്തിന് ശേഷമുള്ള ചികിത്സയുടെയും ആരോഗ്യം വീണ്ടെടുക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് അദ്ദേഹം ചെന്നൈയിൽ തന്നെ തുടരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഹൈദരാബാദിലാണ് അടുത്ത ദിവസം ഷൂട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൊച്ചിയിലേക്കായിരിക്കില്ല തിരിച്ചു വരുന്നത്. ഹൈദരാബാദിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരിക്കും അദ്ദേഹം ജോയിൻ ചെയ്യുക. തിരിച്ച് ഹൈദരാബാദിൽ നിന്നും കൊച്ചിയിലേക്ക് മടങ്ങി എത്തുമോ എന്നുള്ള കാര്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ശരി, ചന്ദ്രയാണ് വിവരങ്ങൾ നൽകിയത്. മമ്മൂട്ടി വീണ്ടും സിനിമാ രംഗത്ത് സജീവമാവുകയാണ്. ചിത്രീകരണ രംഗത്തേക്ക് അദ്ദേഹം മടങ്ങി വരുന്നു. പാട്രിയറ്റ് എന്ന സിനിമയാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ചികിത്സാർത്ഥം പോയത്. ഇപ്പോൾ മടങ്ങി വരികയാണ്. ആരോഗ്യം വീണ്ടെടുത്ത മമ്മൂട്ടി വീണ്ടും സെറ്റിലേക്ക് മടങ്ങി വരുന്നു. അദ്ദേഹത്തിന് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ റിലീസാവാൻ പോവുകയാണ്. മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട സോഴ്സസ് അറിയിക്കുന്നു അദ്ദേഹം തുടർന്ന് ഇതുവരെ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകളിലേക്കെല്ലാം അതിന്റെ ചിത്രീകരണത്തിലേക്ക് മടങ്ങി വരുന്നതാണ്. സംവിധായകൻ മഹേഷ് നാരായണൻ ഈ സിനിമയുടെ എന്നോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. മഹേഷ്, മമ്മൂട്ടി മറ്റന്നാൾ ജോയിൻ ചെയ്യുകയാണോ? തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ജോലികൾ പുനരാരംഭിക്കാനായിട്ട് എത്തുകയാണ്. വളരെ സന്തോഷം. ഓക്കെ, ഇനി എത്ര നാൾ കൂടി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഷൂട്ടാണ് ബാക്കിയുള്ളത് ഇതിന്റെ പ്രോസസ്? ഷൂട്ടിംഗ് ഞങ്ങൾ ഏതാണ്ട് ഇനി ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്കെഡ്യൂൾ ഹൈദരാബാദാണ്. ഹൈദരാബാദ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ UK UK കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീണ്ടും ഞങ്ങൾക്കൊരു ഡിസംബർ വരെയുള്ള ജോലികളുണ്ട് ഞങ്ങൾക്ക്. ആ ദിവസങ്ങളിൽ ത്രൂ ഔട്ട് മമ്മൂട്ടി ആവശ്യമുള്ള നമ്മളിപ്പോ ആക്ച്വലി ഞങ്ങൾ ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള എല്ലാം നമുക്ക് ആയിട്ട് ബന്ധപ്പെട്ട സീക്വൻസിലാണ്. അപ്പൊ അദ്ദേഹം ഒന്ന് ആരോഗ്യപരമായിട്ടൊന്ന് റെഡി, നമ്മളൊന്ന് അദ്ദേഹത്തിന്റെ എല്ലാ എനർജിയോടുകൂടി തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. ഷൂട്ടിലേക്കാണ് അദ്ദേഹം ഇപ്പൊ മടങ്ങി വരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിലേക്കാണ് വരുന്നത്.
ഓക്കെ, എന്ന് വെച്ചാൽ മമ്മൂട്ടി ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കമ്മിറ്റി എടുക്കുന്ന എല്ലാ സിനിമയിലേക്കും അദ്ദേഹം വേഗത്തിൽ തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ട്. അതെ 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 അതെ. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. യെസ്, താങ്ക് യു മഹേഷ്. അപ്പോൾ അദ്ദേഹം ഈ സിനിമയിലേക്ക് മടങ്ങി വരുന്നു. പേട്രിയറ്റ് എന്ന സിനിമയിലേക്ക് അദ്ദേഹം മടങ്ങി വരികയാണ്. അതിൻ്റെ ഷൂട്ടിലേക്ക് ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂൾ പൂർണ്ണമായിട്ടും മമ്മൂട്ടിയുടെ സാന്നിധ്യം ആവശ്യമുള്ളതാണ്. അത് അദ്ദേഹം ഓക്കെയാണ്, അദ്ദേഹം അറിയിച്ചോടെയാണ് അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഷൂട്ടിലേക്ക് വീണ്ടും അതിൻ്റെ അതിൻ്റെ അണിയറ പ്രവർത്തകർ പ്രവേശിക്കുന്നത് എന്നതാണ് മലയാള സിനിമാ ആസ്വാദകരെ സംബന്ധിച്ച്, മമ്മൂട്ടി ഫാൻസിനെയൊക്കെ സംബന്ധിച്ച് അവർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. മമ്മൂട്ടിയെ പോലും വലിയ ഫിഗർ, അദ്ദേഹം സിനിമാ മേഖലയിൽ നിന്ന് അപ്രതീക്ഷിതമായ ആരോഗ്യ കാരണങ്ങളാൽ ദീർഘകാലം മാറി നിൽക്കേണ്ടത്, ദീർഘകാലമല്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹം വീണ്ടും ആരോഗ്യം വീണ്ടെടുത്ത് മടങ്ങി വരുന്നത്.